പരിപാടി എന്ത് പരിപാടി? രാവിലെ തന്നെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവാണ്. ഫോണിൽ കുത്താ പിന്നെ ഫോണിന്റെ അകത്ത് എന്ത്? ഓ രാവിലെ തന്നെ നിന്റെ ഫേസ്ബുക്ക് റൂൾ ഒക്കെ വേണ്ടി വന്നായിരുന്നു. ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ. നിന്റെ സീരിയസ് എന്ന് പറഞ്ഞാൽ നീ വല്ല ചളി അടിച്ച് കാണും. അപ്പൊ ഒന്നെങ്കിൽ അവള് ചിരിച്ചു കാണത്തില്ല. അതായിരിക്കും നിന്റെ സീരിയസ്. വീണ്ടും പറഞ്ഞു എനിക്ക് നിന്റെ ഫേസ്ബുക്ക് റൂൾ നേരിട്ടുണ്ട്. എന്നാ നീ ഒന്ന് വേഗം പറ. മോൻ ആദ്യം കിടക്കുന്നത് തന്നെ. ശരി, എന്താ എനിക്ക് പറയാനുള്ള പറ. ഓ ആദ്യം കോപ്പൊന്ന് മാറ്റി. എടാ വരാൻ പോകുന്നത് നമ്മുടെ ഓണമാണ്. അതും ആഘോഷമില്ലെങ്കിൽ പിന്നെ മലയാളികളെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്താണ് കാര്യം? നീ എന്തൊരു വർത്താനം പറയാം. എനിക്ക് ആഗ്രഹമില്ലെന്നാണ് നീ കരുതിയിരിക്കുന്നത്. എടാ കയ്യിലാണെ 10 പൈസ ഇല്ല. നമ്മുടെ സിറ്റുവേഷൻ ഇപ്പൊ അതല്ലേ. നീ അത് മനസ്സിലാക്കി. എടാ പൈസ ഇല്ലാതെ എടാ നിന്റെ വിഷയം. എടാ പൈസ ഇല്ലാതെ ഈ ഓണം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരുപാട് പരിപാടി എനിക്കറിയാം. പൈസ ഇല്ലാതെ എന്താ ആവശ്യമില്ല. ഒരു പൈസ ഇല്ലാണ്ട് ഈ ഓണം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കീട്ടിൽ ഐഡിയ ആയിട്ട് ഞാൻ ഇത് 8ന്റെ 16 എന്തോ ഉള്ളു പണി. അളിയാ നീ ഇത് കേട്ടു നോക്ക്. നമ്മളെ പ്രാഞ്ച് ഗൾഫിൽ നിന്ന് നീ അറിഞ്ഞില്ലേ? നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി അടിച്ചു പൊളിക്കാന്ന്. പിന്നെ നിനക്ക് അറിയാലോ അവന്റെ അപ്പൂപ്പനാണെങ്കിൽ റിട്ടയർ ഒക്കെയാണ്. പിന്നെ അവന്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ എന്റെ പൊന്നെ കൂത്ത പൈസ. അളിയോ വാഴ തന്നെ ചീര കൂടെ തന്നെ ഇട്ടാ നമുക്ക് കോസിന് ഒരു പൈസ ഇല്ലാതെ അവന്റെ വീട്ടിൽ പോയി അടിച്ചു പൊളിക്കാം. അല്ല ഇനിയിവിടെ ഒരു വാഴവിളക്കം കൊണ്ട് ചീര വെച്ചു. എടാ ഞാൻ ഉദാഹരണം പറഞ്ഞേ. ആ വാഴ അടിയിക്കുന്ന ചീരയാടാ നമ്മള്. ആ വാഴക്ക് വീഴുന്ന വെള്ളത്തിൽ ചീരക്കും വീഴണം. അല്ല നിന്റെ ഐഡിയയും കാര്യങ്ങളും കൊള്ളാം. പക്ഷെ നമ്മളങ്ങോട്ട് ചെന്നാൽ അവന്റെ അപ്പൂപ്പൻ കയറ്റുവോ? എടാ നീ അവന്റെ അപ്പൂപ്പന്റെ കാര്യം വീഴും. അവന്റെ അപ്പൂപ്പന്റെ ഒക്കെ ചാക്കി വളച്ചേറ്റാനുള്ള പരിപാടിയൊക്കെ എനിക്കറിയാം. ഇവിടെ എന്തോന്നറിയത് ആരും കാണുന്നില്ലടാ. വാതിലൊക്കെ പൂട്ടിട്ടിരിക്കാണല്ലോ. അങ്ങനെ അവിടെ പോയാ അങ്ങനെ തന്നെയാണ്. എന്നാലും കുട്ടി നോക്കും. എന്തായാലും ഒന്ന് കുട്ടി നോക്കണം. നേരാ എന്തുകൊണ്ടൊരു പല്ലിക്കുഞ്ഞെ പോലും കാണുന്നില്ലല്ലോ. അങ്ങനെ അവിടെ പോയാ അകത്ത് എവിടെങ്കിലും കാണും. വായിച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. താലിബാൻ നല്ല സുഖം. എടാ വല്ലതും പറ്റിയാടാ? എന്റെ ദൈവമേ, എന്തുവാ എന്റെ കൂട്ടുകാരാണെന്ന് തോന്നണ്ടടാ. ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഒളിഞ്ഞ കൂട്ടക്കാരെ പോലെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനെന്ത് വിചാരിക്കണം? ഒന്നാമത് എനിക്ക് ജീവന് ഭീഷണിയുള്ളതാണെന്ന് എനിക്ക് അറിയാലോ. ലോക്കേക്കാൻ വല്ല വിളിച്ച് വല്ല അണ്ണാക്കിലോട്ട് എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കടാ. വല്ലതും പറ്റിയായിരുന്നാ? കുറച്ചേരം കഴിഞ്ഞ് മൂടി പഞ്ഞി വെക്കേണ്ടത്. കേറി വന്നാ പിള്ളാരെ. ഇരിക്കും. അയ്യോ പേടിക്കണ്ട മക്കളെ. അപ്പാപ്പനോട് കൈ അമർത്താൻ പറ്റിയതല്ലേ? പേടിക്കുന്ന കത്തിലാ നീയൊക്കെ. നല്ല മാറ്റം. എന്ത് പോലെ നിന്റെ ഈ താടി മുടിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. വെള്ളം
ആ വെള്ളം വന്ന് വെള്ളം വന്ന്. ആ, നിക്ക്, 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 നിക്ക്. നീ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്? എടാ ഇത്രയും വെള്ളമൊക്കെയാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. എടാ ഒരു ടൈമിൽ കുടിക്കേണ്ട വെള്ളത്തിന് കൃത്യമായ അളവുകളുണ്ട്. നിനക്ക് 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 ഇത്ര കാലമായിട്ട് നിനക്ക് ഇങ്ങോട്ട് അപ്പാപ്പ ശരിയാക്കി തരാം. എന്തോരം വെള്ളമാ. ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. എന്നാ മക്കള് കൂടി പിടിയാ. എന്താണോ കുടിക്കാനൊക്കെ ഇത്ര മടി? കുടിക്കണോ? എടാ നിന്റെ ഈ താടിയൊക്കെ എന്ത് കോലമാണ്. ഇതൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നിന്റെ അന്തസ്സായിട്ട് നടന്നു പോയ പിച്ചക്കാരനെ പോലെ നടക്കേ. അല്ല പാപ്പ, ഈ വലിയ വലിയ മഹാന്മാർക്ക് താടി ഉണ്ടായിരുന്നല്ലോ. പറയണ നമ്മുടെ ടാഗോർ, പിന്നെ കാരൽ മാക്സ്, പിന്നെന്തിനോ നമ്മുടെ ബ്രോൺ സ്റ്റോമിനൊരു താടി ഉണ്ടായിരുന്നു. ഓ അങ്ങനെ. അപ്പൊ നിന്റെ പേരെന്തുവാ? എന്റെ പേര് യേശുദാസ്. യേശുദാസാ? ഇവന്റെ ഒരു കാര്യം. എനിക്ക് യേശുദാസിന് എന്ത് ഇഷ്ടമാണെന്നറിയാവോടാ? ഒന്ന് വീടാപ്പാപ്പ. എന്തിനു പറ്റിയോ മക്കളെ? പെട്ടെന്ന് ഓടിച്ചു. അപ്പൊ മക്കളൊരു കാര്യം ചെയ്യും. ഇവിടെ നിങ്ങൾ വലിയ എന്തിനു സംസാരിച്ചൊക്കെ ഇരിക്കും. എന്റെ കൊപ്ര മേളി ഉണക്കായിട്ടിരിക്കുക. ഞാനിന്ന് പോയേച്ചും വരാം. ഇല്ല കാക്ക മൊത്തം കൊത്തി തിന്നുന്നേ. അപ്പൊ മക്കളില്ലേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. മൊത്തം കൊത്തി തിന്നു കാണാൻ. അല്ല നീയൊക്കെ എന്താ ഒരു വിളിയും പറിച്ചിട്ടില്ല ഇങ്ങോട്ട്? ഒന്നും പറയണ്ട, എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നാ. ഇപ്പൊ സർപ്രൈസ് കിട്ടിയല്ല? പെടലി എനക്കാൻ മേലല്ലേ? പെട്ടെന്ന് ഓടി ഞാൻ. എടാ നീ പോയിട്ടൊരു 3-4 കൊല്ലമായില്ലേ? അപ്പൊ ഓണം ഒരുമിച്ച് ആഘോഷിക്കാൻ കരുതി. ഓ ബെസ്റ്റ്. അപ്പൊ ഓസിന് ഓണം ആഘോഷിക്കാൻ വന്നാണല്ലേ? എന്റെ പൊന്നളിയാ, നിനക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാൻ പാടില്ല എന്നിട്ട്. ഓ പൊന്നടിയാ മതിയടിയാ. നീ അപ്പൊ അങ്ങനെയാണല്ലോ ഞങ്ങളെ കുറിച്ച് കരുതിയത്. നീ ഒന്ന് വന്നപ്പോ നിന്നെ കാണാനുള്ള മോങ്ങോട്ട് വന്നേടാ. എന്റെ പൊന്നളിയാ, നിന്നോടൊന്നും സ്നേഹമില്ലാത്തോണ്ടല്ല, ഇവിടുത്തെ സിറ്റുവേഷൻ നിനക്ക് അറിയാത്തോണ്ടാ. എന്നാ ഒന്നും പറഞ്ഞാടിയോ, ഞങ്ങളെന്നാ പോവാം. കള്ളക്കളവും പിന്നെ വന്നടാ. അല്ല കൊള്ളേ അങ്ങോട്ടാ രണ്ടാളും കൂടാ. അല്ലപ്പോ ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ അങ്ങ് പോയാലും ഞാനെല്ലാം കേട്ടടാ മക്കളെ. മക്കള് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇവന്റെ തന്തട അതേ ഗുണവാ. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടോ. നിങ്ങൾക്കൊക്കെ സന്തോഷമാണെങ്കിൽ നമുക്ക് ഇത്തവണത്തോണം ഇവിടെ അങ്ങ് ആഘോഷിക്കാം. എന്നാ പറയുന്നത്? ആ പറമില്ലാതെ അപ്പൊപ്പന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കിവിടെ ആഘോഷിക്കാം. എനിക്കെന്ത് കുഴപ്പം? അതൊക്കെ ഒരു സന്തോഷമല്ലടാ. അല്ലടാ താഴ്ക്കാരാ. അപ്പൊ എന്തുവാ അപ്പൂപ്പായി പറയുന്നത്? ഇവിടെ ഓണം ആഘോഷിക്കാനാ? ആ അതിനെന്താ ഇത്ര കുഴപ്പം? അല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവന്റെ അപ്പനും ഇവൻ ഒടുക്കത്ത പിശുക്ക്. ഇവനെ ഇന്ന് ഞാൻ കൂട്ടുകാരെ ഉണ്ടെങ്കിൽ കൂട്ടുകാരെ ബഹുമാനിക്കാൻ പഠിക്കോടാ. അല്ലാതെ ഇവന്റെ പിശുക്ക് ഞാനിന്ന് തീർന്നു തരാൻ മക്കളാ. നിങ്ങൾ തവണത്തേക്ക് നിന്നെ ഞാൻ വിട്ടിരിക്കുന്ന കേട്ടാ. നിങ്ങൾ പറഞ്ഞോണ്ട് ഇനി മേലെ ഈ പിശുക്കത്ര കാണിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നോണ്ടല്ലോ. അതാണ് ആൾക്കാരെ ബഹുമാനിക്കാൻ പഠിക്കണ. പറഞ്ഞു കൊടുക്കണ. അല്ല മക്കളോട് കാര്യം ചോദിക്കാൻ പറഞ്ഞത് എന്തെങ്കിലും കഴിച്ചായിരുന്നു? കഴിച്ചില്ലേ? ഇവന്റെ സ്ഥിരം പരിപാടിയത് ആരെങ്കിലും വന്നാൽ ഒരു പച്ച വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കുക. അങ്ങനെയാണോ വേണ്ടത്? മക്കൾ പറ അങ്ങനെയാണോ വേണ്ടത്? നമുക്കൊന്ന് ഊണ് കഴിക്കാം. ഇത്ര നല്ല മനുഷ്യനാണല്ലോ. നീ വെറുതെ ആ പാവപ്പെട്ട മനുഷ്യനെ കുറിച്ച് എന്തൊക്കെയാടാ പറഞ്ഞു കൂട്ടിയത്? ഞാനാ? ആ നീ തന്നെ. ആ പാവം കിട്ടും കേട്ടോ. ആ വെറുതെ പാവം മനുഷ്യൻ. മക്കള് കാത്തിരുന്ന് വിഷമിച്ചല്ലേ? എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണ്ടേ? കൈ കഴിയായിരുന്നല്ലോ. സ്പെഷ്യൽ ആയിരിക്കും. അല്ല പൂപ്പ എന്താ കറി? ആ കറി ഇവിടെ എവിടെയോ എവിടെയോ. കാശൊന്നും നോക്കില്ല കേട്ടോ അപ്പൂപ്പൻ. 5 രൂപ മുടക്കി ഒരു അച്ചാറങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. ഈന്തപ്പഴ മക്കൾക്ക് ഞാൻ എടുത്തു തരാം. ഓൾഡ് സ്റ്റോക്കാ. കൊതിയൻ വെള്ളം അടിക്കുന്നു. സാധനം ഞാനൊന്നും കൊണ്ടുവന്നില്ല. സാധനം ഒടിച്ചിരിക്കുന്നു.
ആവശ്യത്തിനെടുത്ത് കഴിച്ചോണം. ഒരു നാണം വിചാരിക്കണ്ട, സ്വന്തം വീടാന്ന് വിചാരിച്ചോ. ഇങ്ങനെ കഴിക്കണ്ടേ? പിള്ളേർക്ക് മടി കാണും, നീ എല്ലാം നിന്ന് നോക്കിക്കോണം. ആവശ്യത്തിനെടുത്ത് കഴിയും. ഞാൻ അങ്ങോട്ട് കഴിവെക്കടേ. ഊണൊക്കെ കഴിഞ്ഞായിരുന്നല്ലേ? കറിയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? പിന്നെ ഇത്രയും നല്ല ഊണ് ഈ അടുത്ത കാലത്ത് കഴിച്ചിട്ടില്ല. ഇതാ എൻ്റെ ഒരു പ്രത്യേകത. വീട്ടിൽ ആര് വന്നാലും പൈസ ഒന്നും ഞാൻ നോക്കാറില്ല. ആവശ്യത്തിന് അവരെ സൽക്കരിച്ചിട്ടേ വിടത്തുള്ളൂ. പൈസയൊക്കെ മനുഷ്യനുണ്ടാക്കുന്നല്ലേ. നിങ്ങൾക്ക് സന്തോഷമായല്ലോ. ഇനി അവൻ പോക്കാം. നാളെ നല്ലൊരു ദിവസമായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് പോയേക്കുവാണോ? എല്ലാവർക്കും ഞാൻ ഒരു സർപ്രൈസ് അങ്ങ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നെ. അതെന്ത് സർപ്രൈസ്? അതെന്താ സർപ്രൈസ്? ഇവന്റെ ഒരു കാര്യം ഇവിടെ തന്നെ ഇരിക്കട്ടോ. പോരല്ലേ? കള്ളക്കളം വരെ ടൈം ബോംബ് അങ്ങനെ എടുക്കാൻ പോയിരിക്കണം. ഈ കിളവൻ നമ്മുടെ പരിപ്പെടുക്കുന്ന ഉറപ്പ്. ശരിയാ. ഇതൊക്കെയായിരുന്നടാ ഓസിന് ഓണം, സദ്യ എല്ലാം കൊണ്ട് അടപടല്ല. ഓപ്പ് ഞാൻ വിചാരിച്ചാണ് ഇങ്ങനെ നീ കൂടുതലൊന്നും വിചാരിക്കണ്ട. എനിക്ക് വീട്ടിൽ പോണം. നാളെ പോയാൽ മതി കേട്ടോ. നാളെ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കണ്ടേ. നിങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും. നാളെ നമുക്ക് ഓണമൊക്കെ അടിച്ചു പൊടിച്ചിട്ട് അങ്ങ് പോയേക്കാം. എന്താ പറയുന്നു? അല്ല ഞാൻ പോണം. പോയിട്ട് തെറിയുണ്ട്. അവന്ത് പോകാതെ നാളെ പായസമൊക്കെ കുടിച്ചിട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോയച്ചാ മതി. വേണ്ട, ഒന്നും പറയണ്ട. നാളെ പോകുന്നു. നാളെ പോയാ മതി. പിള്ളേരെ വിളിച്ച് അതോടാ. നീ നാളെ എന്താ ഇവിടെ ഉണ്ട്? നാളെ നീ നോക്കിയോ, ആ കിളവൻ നമ്മളെ പിടിച്ച് ചാറെടുക്കും. ചാൻസ് ഉണ്ട്. കണ്ടറിയാം. ഈ പിള്ളേര് എവിടെ പോയി കിടക്കും? ഒറ്റൊരെണ്ണത്തിന് ഉത്തരവാദിത്വം ഇല്ല. വന്നതും പോയതും എല്ലാം കണക്ക് തന്നെ. പിള്ളേരെ വളരെ സമയം വേണം. അത്ര നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യണം. ഉണ്ടാക്കി കൊടുത്തപ്പം ഒരു മലയാളി തനിവ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹാപ്പി ഓണം. അപ്പൊ എല്ലാരും വന്നല്ലോ. നമുക്ക് ആ അത്തത്തിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കാം. അല്ല പപ്പാ, ഈ പായസം പായസത്തിന്റെ കാര്യം ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. എന്റെ പൊന്നടാവേ, ഈ പായസം ഒന്നും കുടിക്കരുത്. എടാ, ഈ പായസത്തിനകത്തൊക്കെ എന്തോരം കൊളസ്ട്രോൾ ആണെന്ന് അറിയാമോ? അതിനകത്ത് ചേർക്കുന്ന ഈ പാല്, അണ്ടിപ്പരിപ്പ്, പിന്നെ നെയ്യ്, പിന്നെ മുളകുമുന്തിരി, അതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. എന്തോരം കെമിക്കലും കാര്യങ്ങളും ഒക്കെയാ. ഈ പിന്നെ നീയൊക്കെ ഇത് കഴിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോൾ കൊളസ്ട്രോൾ കൂടി ഹാർട്ടിനെ ബാധിച്ച് ഹാർട്ട് പൊട്ടിത്തെറിച്ച് നീയൊക്കെ ചാവൂടാ. അത് വേണോ? പായസം വേണോ? നല്ല അപ്പം പിള്ളേരെ നമ്മള് അത്ത വിടാൻ അങ്ങോട്ട് പോവാ. അത്ത വിടാനൊക്കെ അറിയാലോ. നിനക്ക് പിന്നെ പറയണ്ടല്ലോ. അതിനാലോ ആ ഭാഗത്തായിട്ട് നമ്മുടെ ബോർഡറിന് വേണ്ട ശതാവരി ഇല്ലേ, ശതാവരി, അത് ഇഷ്ടം പോലെ അവിടെ നിൽപ്പുണ്ട്. നീ അത് അപ്പൊ അതിനുമ്പേ നീ അപ്പൊ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്ന് അത് വെട്ടിയെടുക്കാനുള്ള വെട്ടുകത്തിങ്ങ് വാങ്ങിച്ചോണ്ട് വാ. ഞാൻ പറയുന്നു പറഞ്ഞാൽ മതി. വാ 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 വാ. മതിയാ അവിടെ. ഇതൊക്കെ മതിയാവും. ഇങ്ങനെയാണോടാ വൃത്തം വരക്കുന്നത്? ഇങ്ങനെയാണോടാ വൃത്തം വരക്കുന്നത്? അതിനൊക്കെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിന്നെയൊക്കെ ഒരു അർത്ഥം വരക്കാൻ, ഒരു വൃത്തം വരക്കാൻ അറിയത്തില്ല. ഇങ്ങനെ ഉണ്ടാ, ഇതാണ് വൃത്തത്തിന്റെ അളവ്. വൃത്തമായി. ഇനി ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരക്കണം. അപ്പൊ വെട്ടുകത്തിയില്ല. വെട്ടുകത്തി ഇല്ലെന്നാ? അറിയാത്തവര് വെട്ടിയാലേ വെട്ടുകത്തിയുടെ വാ പോകുന്നു കൊണ്ടേ അയാൾക്ക് തരാൻ പറ്റത്തില്ലെന്ന്. ആഹാ, അത് ചോദിച്ചിട്ട് തന്നെ പിശുക്ക്. സുരേന്ദ്ര, എടാ നിനക്ക് ഉളുപ്പുണ്ടോടാ? ഉളുപ്പ്. എടാ, ഒരു നല്ല ദിവസമായിട്ടൊരു സാധനം അന്വേഷിച്ചു വിട്ടപ്പോ നീ എന്താ പറഞ്ഞത്? വാക്കത്തിടാ വാ പോകുന്ന. എടാ, നാണം വേണോടാ. അയൽക്കാരായ പരസ്പര സഹകരണം വേണം. അല്ല ഇതുപോലെയുള്ള വൃത്തികെട്ട പരിപാടിയല്ല കാണിക്കേണ്ടത്. ഇത് നിന്റെ സ്ഥിരം പരിപാടിയാ. സാധനം തരാൻ പറ്റത്തില്ലെങ്കിൽ പിശുക്കാണെങ്കിൽ അത് പറയണം, അംഗീകരിക്കണം. എടാ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നല്ലൊരു ദിവസമായിട്ട് എടാ വാങ്ങിക്കുഞ്ഞ, ഇവൻ വെട്ടുകത്ത് തരുമെന്നൊന്നും തോന്നുന്നില്ല. നമ്മളെന്തിനാ വല്ലവന്റെ കാര്യത്തിൽ ഇറക്കുന്നത്? എച്ചി തരാം, എച്ചി
എന്നിട്ട് തരാൻ സാധനം തരാൻ പറ്റത്തില്ലെങ്കിൽ അവരങ്ങോട്ട് പറയാൻ ഭയങ്കര മടിയാ. വേറെ കാര്യം ചെയ്യും, നമുക്കുള്ള അടുക്കള നമ്മുടെ വീട്ടിൽ എത്തിയിരിപ്പുണ്ട്, അതിങ്ങനെ എടുത്തിട്ട് വാ. തീരെ നിവൃത്തിയില്ല. അപ്പം നമ്മളെ മനോഹരമായ അത്തം റെഡിയായി. പൈസ ഇത്തിരി മുടക്കാനെന്താ? അത്തം നല്ല അടിപൊളി അത്തം കേട്ടാ. ബോർഡറൊന്നും തെറ്റിക്കാടാ. എത്ര രൂപ പൈസ മുടക്കി ഉണ്ടാക്കിയ അത്തമാ ഇത്. വേഗം ഒന്ന് സെറ്റായത് എന്നിട്ട് വേണം നമുക്ക് ഓണസദ്യ കഴിക്കാം. ഓണസദ്യ? ആ അതെ, ഫ്രിഡ്ജിനകത്ത് നമ്മളെ പഴം കഴിഞ്ഞ് ഉണക്കി എനിക്ക് ഇരിക്കുന്നതിനെ കാണാനാ. കണ്ടേ ഈ പ്രാവശ്യത്തെ ഓണവും തെണ്ടിപ്പ്. മര്യാദക്ക് വീട്ടിലിരുന്ന് ഗെയിം കളിച്ചിട്ടിരുന്ന് എന്നെ വിളിച്ചിട്ട് വന്ന ഒരുമാതിരി. ആ വീട്ടിൽ ഇറങ്ങിയപ്പോ എനിക്ക് സദ്യം കഴിക്കായിരുന്നു. നിന്റെ ഒറ്റ കൊടുത്തിന്റെ വാക്ക് കേട്ടാണ് ഞാൻ വന്നത്. എടാ ഞാനും ആദ്യമായിട്ടാ ഓണത്തിന് ഒരു വീട്ടിൽ പഴങ്കഞ്ഞി കാണും. എന്റെ ആളി ഇതിനും നല്ല എന്റെ വീട് തന്നെയായിരുന്നു. അതാ ഓണത്തിന് സദ്യ എങ്ങനെ തിന്നായിരുന്നു. മക്കളെ സദ്യയൊക്കെ കഴിച്ച് ക്ഷീണിച്ച് എന്റെ ക്ഷീണത്തെ അങ്ങ് ഇരിക്കാനിരിക്കും. ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾ വന്നോണ്ടാണ് കേട്ടോ, എനിക്ക് 6 ദിവസം പഴക്കമുള്ള കഞ്ഞി അവിടെ കുടിക്കുന്നത്. ഓണത്തിന് വന്ന ഭാഗ്യമായി. അതെ, അന്നാലും നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ട് നിങ്ങളുടെ മുഖത്തൊന്നും ഒരു സന്തോഷം ഇല്ലല്ലോടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല പപ്പ, ഒരു പ്രശ്നമില്ല പപ്പ. വയറ് നിറഞ്ഞു, കെങ്കേമമായി, ഓണം അടിച്ചു പൊളിച്ചു. നിങ്ങൾ വിശ്രമിക്കും. അപ്പം അമ്മലിപ്പോ വരാം. ഞാൻ നയിക്കുന്ന ഈ സാധനത്തിന്. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ടൂറോട് ടൂറായിരുന്നു. ഈ പ്രാവശ്യമാണെങ്കിലോ ഈ വർഷം തന്നെ അവിടെ നശിച്ചു. വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ടൂർ പോടാം. ആ ബെസ്റ്റ്. അപ്പൊ അവരെല്ലാം കേട്ട് നിങ്ങൾ ഇതായിരുന്നു ഇത്ര നല്ല അടിപൊളി സദ്യയും ഓണാഘോഷമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ വിഷമിതായിരുന്നു. അതിനൊക്കെ അപ്പാപ്പന്റെ വഴിയുണ്ട്. വിഷമിക്കാതിരിക്കുന്നത് അപ്പാപ്പന്റെ വഴിയുണ്ടെന്നേ. നാളെ നമ്മളങ്ങ് ടൂറ് പോകുന്നു. ഹിസ്റ്ററി ഗൈഡ്സ് ഒന്നും അല്ല, വേറെ രാജ്യം, ഫോറിൻ ടൂർ. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? നാളെ രാവിലെ അങ്ങ് എഴുതിട്ട് റെഡി ആയിട്ടൊക്കെ കുറിച്ചുള്ള അപ്പാപ്പന്റെ അപ്പാപ്പനെ കുറിച്ച് എനിക്കൊക്കെ അറിയാൻ പാടില്ലേ? എടാ ഇത്രയും പിശിക്ക് എന്തിനാ? നമുക്ക് വേൾഡ് ടൂർ പോവാനാ. ഇത് പൊളിക്കാം നമുക്ക്. സോറിയുടെ മച്ചാനെ, ഞങ്ങള് അറിയാൻ കുറെ പ്രായിപ്പോയി നേരത്തെ. ഞാനും കുറെ പ്രായപ്പെടാം എന്റെ അപ്പൂപ്പൻ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, എന്റെ പാസ്പോർട്ട് വിട്ടിരിക്കും. എന്റെ വീട്ടിൽ ഒരു പ്രശ്നമല്ല, നമുക്ക് പോകുന്ന വഴി എടുക്കാടാ. അതെങ്ങനെ? അതൊക്കെ എടുക്കാം. അപ്പൊ നമ്മൾ വേൾഡ് ടൂർ അടിച്ചു പൊളിക്കുന്നു. നമ്മൾ അടുത്ത രാജ്യത്ത്. ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ കാര്യങ്ങൾ? അതൊക്കെ അപ്പൂപ്പൻ നോക്കിക്കോളൂ. പിന്നെ രാവിലെ അതൊക്കെ നോക്കും, നമുക്ക് റെഡിയാക്കല്ല. അപ്പൂപ്പനല്ലേ? ഞാനും നേരെ തന്നെ നോക്കിയത്. എവിടെ എന്റെ അപ്പൂപ്പൻ? എന്താണ് രാവിലെ എല്ലാരും ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്? അപ്പൂപ്പൻ മറന്നുപോയാ വേൾഡ് ടൂർ പോവാന്ന് പറഞ്ഞാൽ? ആ ടൂറ് ടൂറ്. അതിനാണോ രാവിലെ ഒക്കെ മക്കൾ ഒരുങ്ങിയൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലേ? ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ. പോണ്ടേ നമുക്ക്? സാധനത്തിന്റെ ഒന്നും ആവശ്യമില്ലടാ ഈ ടൂർ പോകുന്നതിന്. സാധനങ്ങളില്ലാതെ ടൂർ? ഓ അപ്പാപ്പൻ ചിലപ്പോഴേ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും മേടിച്ചു തരാനായിരിക്കും. ഷോപ്പിംഗ് അങ്ങനെ പറയാം. അപ്പൊ മക്കള് വാ, നമുക്ക് ടൂർ പോവാ. മക്കൾ അവിടെ എവിടെയൊക്കെ ഇരുന്നിരുന്നേ? ആ കടകളിലൊക്കെ ഇരുന്നേ. ടിവിയുടെ റിമോട്ട്. രാവിലെ ടി വി ഒക്കെ ഉണങ്ങി. അപ്പൂപ്പനെ കുളിച്ചിട്ട് വരാനുള്ള ഇതായിരിക്കും. നമുക്ക് ടി വി ആണ്. വെയിറ്റ് കൊച്ചി ജീവല്ലോ. അവിടെ നീങ്ങിടാ. ഏത് ചാരലായിരുന്നു? അല്ല കുളിക്കുന്നില്ലേ? ആ മിണ്ടായിടാ. Spirit that brought Jesus from the life. കണ്ടടാ, ലോകം കണ്ടടാ. സഫാരി ടിവിയുടെ സഞ്ചാരം എന്ന് പറഞ്ഞ പ്രോഗ്രാമാ. ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് ലോകം മൊത്തം കാണാം. സ്ഥലമൊക്കെ നോക്കടാ, എത്ര മനോഹരമായ സ്ഥലങ്ങൾ. വേണമെങ്കിൽ സെൽഫി ഒക്കെ എടുക്കാം കേട്ടോ.